നിങ്ങളൊക്കെ സോളോ ട്രിപ്പ് പോയിട്ടുണ്ടോ? ഇതെനിക്ക് റാൻഡമായിട്ട് പറയണമെന്ന് തോന്നിയൊരു കാര്യമാണ്. ഞാൻ ഇന്ന് രാവിലെ പേർലി മണിയുടെ സ്ലോവാക്യൻ ട്രിപ്പിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടു. അപ്പം സ്ഥലമൊക്കെ അടിപൊളി, നല്ല രസം, നമുക്കും കാണുമ്പോൾ പോകണം, നമുക്കും കാണണം എന്നൊക്കെ തോന്നും. പക്ഷെ ഞാൻ കുറച്ച് പുറകോട്ട് ചിന്തിച്ചു അത് കണ്ടപ്പം. എന്ന് മുതലാണ് ഞാൻ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത്? വളരെ റീസെൻ്റ് ആയിട്ടല്ലേ. അന്നൊക്കെ നമുക്ക് വെച്ചാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. പക്ഷേ ഈ ചെറുപ്പത്തിൽ എല്ലാവരും പറയുന്ന പോലെ നമ്മുടെ നോട്ട്ബുക്സിൻ്റെ കവർ പേജൊക്കെ കണ്ടിട്ട് നമുക്ക് ആഗ്രഹം തോന്നാറുണ്ട്. അതുപോലെ മൂവീസിലെ സോങ്സൊക്കെ കാണുമ്പം തോന്നാറുണ്ട്. അങ്ങനെയൊക്കെ എനിക്കും ഒരു ബക്കറ്റ് ലിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. കോവിഡ് ടൈമിലാണ് ഞാൻ ട്രാവൽ വ്ളോഗ്സ് ഒരുപാട് കാണാൻ തുടങ്ങിയത്. അപ്പം ആ സമയത്ത് ആണ് ആൾക്കാർ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന പല പല രാജ്യങ്ങൾ ഒക്കെ വീഡിയോസിൽ കാണാൻ തുടങ്ങി. അപ്പം ഞാൻ തന്നെ ഒരു ലിസ്റ്റൊക്കെ എഴുതി വയ്ക്കും. അവിടെ പോകണം, ഇവിടെ പോകണം, ആ രാജ്യത്ത് ഇത് ചെയ്യണം, അങ്ങനെയൊക്കെ എഴുതി വയ്ക്കുമായിരുന്നു. പക്ഷേ ഈ ആഗ്രഹങ്ങളുടെ അപ്പുറം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം, എൻ്റെ ഫസ്റ്റ് സോളോ ട്രാവൽ എന്ന് പറയുന്നത് എന്തായിരുന്നു ശരിക്കും? എവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോയത്? ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയോ? ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോയത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ടൗണിലാണ്. അതായത് ഞാൻ ഭയങ്കര ഒരു വില്ലേജ് ഏരിയയിൽ നിന്നാണ് വരുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും സാധനമൊക്കെ അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ടെക്സ്റ്റൈൽ ഐറ്റമൊക്കെ വാങ്ങണമെങ്കിൽ എനിക്ക് ടൗണിൽ പോകണം. അപ്പം ഞാൻ ടൗണിലാണ് എൻ്റെ ആദ്യത്തെ സോളോ ട്രാവൽ നടക്കുന്നത്. അതായത് വീട്ടിൽ നിന്ന് ബസ് കയറി ടൗണിൽ പോകുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, എന്തെങ്കിലും വാങ്ങാണ്ടെങ്കിൽ വാങ്ങുന്നു. ഞാൻ എന്നിട്ട് വീട്ടിൽ ചോദിക്കും, ഞാനിങ്ങനെ എനിക്ക് ടൗണിൽ പോകാൻ പ്ലാനുണ്ട്, നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് എഴുതി വാങ്ങും. അതായത് ചിലപ്പോൾ കുട നന്നാക്കാനുണ്ടാവും, ചിലപ്പോൾ അമ്മയ്ക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് നൂലോ സൂചിയോ ഒക്കെ വാങ്ങാനുണ്ടാവും. അപ്പം പല പല കടയിൽ കയറുന്നു, സാധനങ്ങൾ വാങ്ങുന്നു, പല പല കവറുകൾ കയ്യിൽ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണിൽ അത് ഭയങ്കര ഓക്കെ, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് ആ പ്രായത്തിൽ അതായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ സോളോ ട്രിപ്പ് അതല്ലേ ആദ്യത്തേത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ രാജ്യങ്ങൾ കാണുക, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള വേറെ ഏതെങ്കിലും ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുക, അത് മാത്രമല്ല സോളോ ട്രിപ്പ് എന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും സോളോ ട്രിപ്പിനെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എന്താ പറയുക, നമ്മൾ നമ്മുടെ ഒരു സ്ട്രെങ്ത്ത് തിരിച്ചറിയുക, നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെയല്ലേ ശരിക്കൊരു സോളോ ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കണേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് കിട്ടാനായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ കടൽ കടന്ന് വേറെ രാജ്യം സന്ദർശിക്കേണ്ട ആവശ്യം ഇല്ല. ശരിക്കും പറ്റുന്നവർക്ക് പോകാം ഉറപ്പായിട്ടും. പക്ഷേ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒറ്റയ്ക്കൊരു ബസ് യാത്ര നടത്തിയാൽ പോലെ, അല്ലെങ്കിൽ ഇപ്പം ബൈക്കോ അല്ലെങ്കിൽ കാറോ ഒക്കെ ഡ്രൈവ് ചെയ്യാൻ അറിയുന്നവർക്കാണെങ്കിൽ അങ്ങനെ ഡ്രൈവ് ചെയ്ത് ഒരു സോളോ ട്രാവൽ നടത്തിയാൽ പോലും നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. തനിയെ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുക, അറിയാത്ത സ്ഥലത്തെത്തി കഴിയുമ്പോൾ മറ്റൊരാളോട് വഴി ചോദിച്ച് മനസ്സിലാക്കുക, ഇതൊക്കെ ശരിക്കും നമ്മൾ ഒറ്റയ്ക്ക് എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ലൈഫിൽ കുറച്ചും കൂടി നമുക്ക് കോൺഫിഡൻസ് വരും. നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ടെയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ ലൈഫിൻ്റെ എല്ലാ ഘട്ടത്തിലും നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റും എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ അറ്റ് ടൈംസ് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ അറിയണം. നമ്മുടെ ചുറ്റും ആരൊക്കെ നമ്മളെ പാമ്പർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഉണ്ടെങ്കിലും ഇവരാരും ഇല്ലെങ്കിലും നമുക്ക് ത്രൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് ഭയങ്കര സ്ട്രെങ്ത് ആയിരിക്കും ലൈഫിൽ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്. അത് റീസെൻറ്റ് ടൈംസിൽ എനിക്ക് ട്രാവൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. അതെന്തോ ഞാൻ ലൈഫിൽ മുമ്പോട്ട് പോകുന്ന സമയത്ത് എനിക്കങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടിയതുകൊണ്ടാണ് എനിക്കങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റിയത്. പക്ഷേ എനിക്ക് എൻ്റെ ഒരു ജീവിത സാഹചര്യം വെച്ചിട്ട് എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് അതൊക്കെ. ബട്ട് അത് എന്തോ ലക്കോ ദൈവാനുഗ്രഹമോ എനിക്കറിയില്ല, അത് എനിക്ക് വന്നു ചേർന്നു എന്നേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. പക്ഷേ അത് പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, യാത്ര ചെയ്യണമെന്ന് സ്വപ്നം കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അൾട്ടിമേറ്റ്ലി നമ്മളൊരു സോളോ ട്രാവൽ ചെയ്യുമ്പം ശരിക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്ഥലം പോയി എൻജോയ് ചെയ്യുക, അത് വിസിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഒരു ഇന്നർ സ്ട്രെങ്ത്ത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒട്ടും ഫാൻസി അല്ല ഈ സോളോ ട്രാവൽ. ഒരുപാട് സ്ട്രഗിൾസ് അതിനകത്തുണ്ട്. എല്ലാം നമ്മൾ മാനേജ് ചെയ്യണം, എങ്ങനെ പോകണം, ഈവൻ നമ്മുടെ ലഗേജ് ക്യാരി ചെയ്യുന്നത് എല്ലാം നമ്മൾ ചെയ്യണം. ചിലപ്പോൾ വെതർ ഹാർഷായിരിക്കും, അത് നമ്മൾ മാനേജ് ചെയ്യണം. ഈ ലഗേജ് എല്ലാം കൊണ്ട് നമ്മൾ ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ സ്ഥലത്തും ലിഫ്റ്റും കാര്യങ്ങളും ഉണ്ടാവില്ല, എസ്കലേറ്റേഴ്സ് ഉണ്ടാവില്ല, നമ്മൾ എടുത്തിറങ്ങുകയും എടുത്ത് കയറുകയും ചെയ്യേണ്ടി വരും. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പോഴേ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സ്ട്രെങ്ത്ത്. ചില സമയത്ത് നമുക്ക് സങ്കടം തോന്നും, പക്ഷേ നമ്മൾ വൺസ് ആ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി കഴിയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെപ്പറ്റി ആലോചിക്കില്ലേ, നമുക്ക് നമ്മളെപ്പറ്റി ഒരു വല്ലാത്ത മതിപ്പ് തോന്നും ആ സമയത്ത്. അതാണ് ശരിക്കൊരു സോളോ ട്രാവലിനെ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മുടെ ആ സ്ഥലങ്ങൾ കാണുക എന്നുള്ളതിന് അപ്പുറം നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം. എത്ര ആൾക്കാർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. Do comment your thoughts.